കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അത് ലോകത്തിൽ ഈ കമ്മ്യൂണിസം സ്പ്രെഡ് ചെയ്യുന്നതിനും ഒരു വിൻഡോ ആയിട്ട് ഒരു ഹബ്ബായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായിരുന്ന മാൽക്കം മക്ഡൊണാൾഡാണ് ബ്രിട്ടീഷ് സർക്കാരിനെ അറിയിക്കുന്നത്. F-35B ഫൈറ്റർ ജെറ്റ് ബ്രിട്ടീഷ് അത് തിരുവനന്തപുരത്ത് കുറച്ച് ദിവസം പണി മുടക്കി കിടന്നല്ലോ. അവര് കേരളത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പോൾമക്കാർ പറയുന്നത് കേരളത്തിലെ ബ്രിട്ടന്റെ ഇടപെടൽ അത്ര പുതിയതൊന്നുമല്ല, ഇതിന് 1957 ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. അമേരിക്ക 57 സർക്കാർ വരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, കമ്മ്യൂണിസ്റ്റുകൾ വെടിയുണ്ടകൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വരുന്നത് നമ്മൾ സൂക്ഷിക്കണം, കാരണം അത് അത്ര നല്ല പ്രവണതയായിരിക്കില്ല, അത് വളരെ അപകടകരമായ നീക്കമായിരിക്കും. 1957 EMSന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വന്നത് ലോകത്തിന് തന്നെ ഒരു അത്ഭുതമായിരുന്നു. ബാലറ്റ് പേപ്പറിലൂടെ കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വരുന്നു എന്നത് തന്നെയായിരുന്നു അതിൻ്റെ പ്രത്യേകത. എന്നാൽ അതിനുശേഷം ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഗൂഢാലോചന നടന്നു എന്ന വാർത്തകളും പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരം വാർത്തകളെ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. ഇതാണ് ബോണസ് കണ്ടന്റ് പരിശോധിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്തു വരുമ്പോഴേ ഈ കമ്മ്യൂണിസ്റ്റ് 1957 കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ അന്താരാഷ്ട്ര ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ കാലത്ത് ഈ ന്യൂജൻ വേദികളിലൊക്കെ ഒരു ട്രോൾ മെറ്റീരിയലാണ്. അതായത് കേരളം പോലുള്ള ഒരു സ്ഥലത്തിനെതിരെ പിന്നെ ഈ അന്താരാഷ്ട്ര ഗൂഢാലോചന ചിലപ്പോൾ അന്നത്തെ ചരിത്രം മനസ്സിലാവാത്തതിൻ്റെ കൂടിയായിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തൽ, ഈ ബുക്കിൽ വന്ന വെളിപ്പെടുത്തൽ എങ്ങനെയാണ് അതൊരു ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് ഒരു പഠന വിഷയം കൂടി ആകാൻ പറ്റുന്ന രീതിയിൽ വളരുന്നത്. ഈ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരുപാട് വാർത്തകളും ഒരുപാട് വെളിപ്പെടുത്തലുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം 57 സർക്കാരിനുമായി ബന്ധപ്പെട്ട് വലിയ അട്ടിമറി അതിന് ശ്രമം നടന്നു. അതിനകത്ത് അമേരിക്കയുടെ പങ്ക് വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു എന്നുള്ള അന്ന് തന്നെ കമ്മ്യൂണിസ്റ്റുകളടക്കം മറ്റ് ചില നയതന്ത്ര വിദഗ്ധരടക്കം ഒക്കെ ഈ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷെ അന്നത് ഈ പറഞ്ഞതുപോലെ അന്നും അത് ഒരു പരിഹാസത്തിന് ഇട നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇന്ന് എനിക്ക് തോന്നുന്നു അതിന് കുറെ കൂടെ ഒതന്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത് ഇന്ന് ഒരു പക്ഷെ കൂടുതൽ ആളുകൾ വിശ്വസിക്കാൻ ഇടയുണ്ട്. പക്ഷെ അന്നത് വലിയ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കാൻ അമേരിക്കയിൽ നിന്ന് വരികയാണ് എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് തെളിവുകൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? മറ്റേ പാട്രിക് മുനിഹാൻ എന്ന് പറയുന്ന ഒരു സെനറ്ററുടെ ഒരു ബുക്ക് 78 ഇറങ്ങിയത് ആ സമയത്ത് തന്നെ ചർച്ച ആവുന്നുണ്ട്. അത് ഇപ്പോൾ പിന്നീട് പലപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ബുക്കിൽ തന്നെ അത് കോട്ട് ചെയ്യുന്നത് കാണാം. അതായത് ഈ ഡാനിയൽ പാട്രിക് മെനിഹ എന്ന് പറയുന്നത് പഴയ US അംബാസിഡറാണ്. അപ്പോൾ പുള്ളി നേരത്തെ എഴുതിയിട്ടുണ്ട്. പക്ഷെ പുള്ളി എഴുതിയപ്പോഴും പലരും അതിനെ കൗണ്ടർ ചെയ്യാൻ പറഞ്ഞത് പുള്ളിക്ക് ആ കാലത്ത് അമേരിക്കൻ ഭരണകൂടമായിട്ട് പിന്നീടുണ്ടായ സ്പ്ലിറ്റിന്റെ ഭാഗമായിട്ട് പുള്ളി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതുകയാണെന്നുള്ള രീതിയിലുള്ള കൗണ്ടർ നറേറ്റീവുകളൊക്കെ വന്നു. പക്ഷെ സത്യത്തിൽ ഇതിനെല്ലാം അപ്രസക്തമാക്കുന്ന തരത്തിലേക്ക് കുറെ കൂടെ ക്ലിയർ ആയിട്ടുള്ള രേഖകളിലൂടെ ഇപ്പോൾ പോൾമക്കർ സമർത്ഥിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിയുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനിങ്ങനെ നോക്കുമായിരുന്നു ഇങ്ങരുടെ ഒരു ഏത് തരം പുസ്തകങ്ങളും ഏത് തരം സ്റ്റഡീസ് നടത്തിയ ഒരാളാണെന്നുള്ളത്. കാരണം ഈ ലണ്ടൻ കിങ്സ് കോളേജിൽ ഈ ഇൻ്റലിജൻസ് സ്റ്റഡീസിൻ്റെ അവിടുത്തെ പ്രൊഫസറാണ്. അപ്പോൾ ലോകത്തിലെല്ലായിടത്തും നടക്കുന്ന ഈ ഇൻ്റലിജൻസ് ഇടപെടലുകൾ, ഒപ്പം ഈ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ, പല സർക്കാരുകളുടെയും അട്ടിമറി, ഇതൊക്കെയാണ് പുള്ളിയുടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്ട്സ്. അപ്പം അതിൽ തന്നെ ബ്രിട്ടീഷ് ക്യാബിനറ്റിന്റെ ഭാഗമായിട്ടുള്ള, അവരുടെ ക്യാബിനറ്റ് ഓഫീസിന്റെ ഭാഗമായിട്ടുള്ള UK നാഷണൽ, അവരുടെ ബ്രിട്ടീഷ് UK നാഷണൽ ലൈബ്രറിയിൽ നിന്നുള്ള ആർക്കൈവൽ ഡേറ്റ വെച്ചാണ് പുള്ളി ഈ കാര്യങ്ങൾ പറയുന്നതെന്നാണ് പറയുന്നത്. അതിൽ കമ്മ്യൂണിസം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഫയൽസ് തന്നെയുണ്ട്. ആ ഫയൽസിന്റെ വിവരങ്ങൾ വെച്ചാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതിൽ രണ്ട് തലത്തിൽ കാര്യങ്ങൾ പറയുന്നു പുള്ളി. ഒന്ന്, അമേരിക്ക നടത്തിയിട്ടുള്ള ഇടപെടലുകളെ കുറിച്ച്. രണ്ടാമത്തെ കാര്യം ബ്രിട്ടന്റെ ഇടപെടലുകൾ. അതിൽ ബ്രിട്ടന്റെ ഇടപെടലുകളാണ് നമുക്ക് നേരത്തെ അധികം അറിയാത്തത്. മറ്റത് അന്തരീക്ഷത്തിലുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതുപോലും ഒരു പരിധിവരെ അങ്ങനെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം ആ കാലത്ത് മാധ്യമങ്ങളടക്കം, ഇപ്പോൾ നമുക്കറിയാവുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ പത്രം എന്നൊക്കെ പറയുന്ന പത്രം അടക്കം, അല്ലെങ്കിൽ അന്നത്തെ ക്രിസ്ത്യൻ സഭകൾ, കോൺഗ്രസ് അടക്കമുള്ള, അതുപോലെ തന്നെ NSS അടക്കം, അങ്ങനെ ധാരാളം വിഭാഗങ്ങൾ
സർക്കാരിനെതിരായിരുന്നു. അന്ന് വലിയ ഇൻഡസ്ട്രിയൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇപ്പം അന്ന് ടി വി തോമസിൻ്റെ കാലത്ത് ലേബർ മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ഒരുപാട് തൊഴിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചു അവർ. അപ്പോൾ ഇതിലേക്ക് ഈ സംഭവം വരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. കാരണം അതായത് ഈ അവിടുത്തെ ബ്രിട്ടൻ്റെ ഒഫീഷ്യൽസ് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഇപ്പോൾ ഈ പറയുന്ന MI6 MI5 എന്നൊക്കെ പറയുന്ന പോലുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഒഫീഷ്യൽസ് സർക്കാരിനെ അറിയിക്കുകയാണ് ഇത് ഒരു നിസ്സാരമായ കാര്യമല്ല നടക്കുന്നത്. ഇതിലേക്ക് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അത് ലോകത്തിൽ ഈ കമ്മ്യൂണിസം സ്പ്രെഡ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിൽ അവർക്കൊരു വിൻഡോ ആയിട്ട് ഒരു ഹബ്ബായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് തന്നെ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. പുള്ളിയാണ്, അതായത് ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറായിരുന്ന മാൽക്കം മക്ഡൊണാൾഡാണ് കമ്മ്യൂണിസ്റ്റുകൾ ഒരു ആഗോള വിൻഡോ ആയിട്ട് കേരളത്തെ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് ബ്രിട്ടീഷ് സർക്കാർ. സോവിയറ്റ് സ്വാധീനത്തിൻ്റെ അത് അമേരിക്കയുടെ കാര്യത്തിലാണ്. അതായത് ബ്രിട്ടന്റെ കാര്യത്തിലേക്ക് വന്നാൽ അത് ഞാൻ പറയാം. അതായത് ഈ കാര്യം ബ്രിട്ടീഷ് സർക്കാരിനെ അറിയിക്കുമ്പോഴാണ് ബ്രിട്ടൻ ഒരു ഓപ്പറേഷനെ കുറിച്ച് പ്ലാൻ ചെയ്തത്. അതിൽ അവർ ഈ പറയുന്ന അവിടുത്തെ സീക്രട്ട് ഏജൻസിയും അവരുടെ സെക്യൂരിറ്റി സർവീസും 58-ൽ ഇന്ത്യയുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് അതിനൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഈ കോൺഗ്രസ് നേതാക്കളെ ഏതെങ്കിലും തരത്തിലേക്ക് ഈ കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇന്ത്യയെ സമീപിച്ചു എന്നാണ് പറയുന്നത്. അതിൽ ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തി പറയുന്നുണ്ട്. അവരുടെ അന്നത്തെ കോമൺവെൽത്ത് സെക്രട്ടറി ആയിട്ടുള്ള ലോർഡ് കോം ഒരു രഹസ്യ ദൗത്യത്തിനായിട്ട് ഡൽഹിയിൽ വരുന്നു. നെഹ്റുവിനെ കാണുന്നു, അന്നത്തെ ആഭ്യന്തരമന്ത്രി ഗോവിന്ദ് വല്ലഭ് പന്തിനെ കാണുന്നു, അതുപോലെ മൊറാർജി ദേശായിയെ കാണുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബ്രിട്ടന്റെ ക്യാബിനറ്റ് സെക്രട്ടറി നോർമൻ ബ്രൂക്ക് ഇതിൽ ഹാപ്പി ആയിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് പിന്നീട് അവർ മഹാരാഷ്ട്രയിൽ നിന്നടക്കം ഉള്ള ട്രേഡ് യൂണിയൻ നേതാക്കളെ, കോൺഗ്രസിന്റെ നേതാക്കളെ പ്രത്യേക രീതിയിൽ പരിശീലനം തന്നെ നൽകി ഇവിടെ തൊഴിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാക്കലായിരുന്നു അതിനകത്ത് ഒരു കാര്യമെന്ന് പറയുന്നു. മറ്റൊന്ന്, മറ്റു തരത്തിലുള്ള ഭിന്നതകളോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും ശക്തമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന പ്ലാനുകൾ ഉണ്ടാക്കുന്നതിനൊരു മൊഡ്യൂൾ ഉണ്ടാക്കി. അതിന് ഈ ഗോവിന്ദ് വല്ലഭ് പന്തിനെ പോലുള്ള ആളുകളുടെ കടുത്ത പിന്തുണ സർക്കാരിനുണ്ടായിരുന്നു. മീൻസ് ഈ ബ്രിട്ടീഷ് സർക്കാരിന് കിട്ടിയെന്ന് അന്നത്തെ MI5 ഡയറക്ടർ ജനറൽ റോജർ ഹോളിസിനോട് അന്നത്തെ IB ചീഫായിരുന്ന BN മല്ലിക്, അതായത് ഭോലാനാഥ് മല്ലിക് എന്ന് പറയുന്ന നെഹ്റുവിന്റെ വളരെ അടുത്ത ആളായിരുന്ന ഒരാള്, ഒപ്പം പുള്ളിയെ സ്പൈ മാസ്റ്റർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം 50-കൾ മുതൽ 64 വരെ IB തലപ്പത്തിരുന്ന ആളാണ്. അതായത് ഇന്ത്യയുടെ IB രണ്ടാമത്തെ ഡയറക്ടർ ആയിട്ടുള്ള ആളാണ്. പുള്ളിയാണ് ദീർഘകാലം അവിടെ ഉണ്ടായിരുന്നത്. പുള്ളി സമ്മതിച്ചതായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് വരികയും അതിന്റെ ഇടപെടൽ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നെഹ്റുവിന് താല്പര്യക്കുറവുണ്ടായിരുന്നു എന്നുള്ളത്. അതായത് നെഹ്റു രണ്ട് തരത്തിലാണ്. ഒന്ന്, അതാണ് ഞാൻ അമേരിക്കയുടെ കാര്യത്തിലേക്ക് വന്നത്. അമേരിക്കയുടെ കാര്യത്തിലേക്ക് വന്നാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പാട്രിക് മേനിയാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ കാലത്ത് 57-ൽ സർക്കാർ വരുമ്പം അമേരിക്കയുടെ ഇവിടുത്തെ അമേരിക്കൻ എംബസിയിലുള്ള ഈ വിവരം അവിടെ അമേരിക്കയിൽ ഇവിടുത്തെ എംബസിയിൽ നിന്ന് ഈ വിവരം അറിയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഞെട്ടുകയും അവർക്ക് ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടായി. അതിൽ അവർ CIA ഇടപെടലിന് വേണ്ടി ശ്രമം നടത്തി എന്ന് പറയുന്നു. അതിലും അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് 59 ജൂലൈയിൽ സർക്കാരിനെ പിരിച്ചുവിട്ട സമയത്ത് ഇന്ത്യയിലെ US അംബാസഡർ എൽസ്വർത്ത് ബങ്കർ CIA ഇടപെടൽ ന്യായീകരിക്കുന്നുണ്ട്. അത് പിന്നെ മറുവാദമായിട്ടാണ് പുള്ളി പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് സോവിയറ്റ് റഷ്യയുടെ പിന്തുണയുണ്ട്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, 57-ൽ ഈ സർക്കാർ വന്നതിന് ശേഷം ഈ BN മല്ലിക് നെഹ്റുവിനെ കാണുന്നുണ്ട്. അതായത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ഈ സർക്കാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിന്റെ നയപരമായ ചില കാര്യങ്ങളിൽ സംസാരിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ PB അംഗങ്ങൾ, മുതിർന്ന അംഗങ്ങൾ മോസ്കോയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുക്കുന്നു. ആ സമയത്ത് പുള്ളി അന്നത്തെ സോവിയറ്റ് അംബാസഡർ ആയിരുന്ന മിഖായിൽ മെൻഷിക്കോവിനെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തി കേരളത്തിലെ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതെല്ലാം തന്നെ ഈ സ്പൈയിങ് ഇൻ സൗത്ത് ഏഷ്യ എന്ന് പറയുന്ന പുള്ളിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിന് ആധാരമാക്കുന്നത് പുള്ളി ഈ പറയുന്ന ബ്രിട്ടീഷ് ആർക്കൈവൽ രേഖകളാണ്. ഇതിന്റെ ഏറ്റവും കൗതുകകരമായിട്ടൊരു കാര്യം എനിക്ക് തോന്നിയത്, നമ്മുടെ ഈ F-35B ഫൈറ്റർ ജെറ്റ് ബ്രിട്ടീഷ് അത് തിരുവനന്തപുരത്ത് കുറച്ച് ദിവസം പണി മുടക്കി കിടന്നല്ലോ. അപ്പൊ ആ സമയത്ത് അവര് കേരളത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് എടുത്തിട്ട് കേരള ടൂറിസം അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. ഇത് ലോകം മുഴുവൻ വൈറലായി ഈ സാധനം. കേരളം ഭയങ്കര നല്ല ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് അവര്
ഇടുകയും അത് കേരള ടൂറിസം ഉപയോഗിക്കുകയൊക്കെ ചെയ്ത് വലിയ ചർച്ചയായി. അപ്പോൾ ഇത് സംബന്ധിച്ച് ഈ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിനൊക്കെ കുറേ വെറുതെയുള്ള ക്വറീസ് പോകുന്ന സമയത്ത് അവരിതിനൊന്നും കാര്യമായിട്ട് മൈൻഡ് ചെയ്തില്ല. രണ്ട് ഭാഗവും പ്രതികരിച്ചില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു പോൾ മക്കാർ പറയുന്നത് ഈ കേരളവും ബ്രിട്ടനുമായിട്ടുള്ള കേരളത്തിലെ ബ്രിട്ടന്റെ ഇടപെടൽ അത്ര പുതിയതൊന്നുമല്ല. ഇതിന് 1957 ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. അത് ഈ വിമാനം ഇറങ്ങേണ്ട സാഹചര്യം പോലും സംശയത്തിലാക്കുന്ന തരത്തിൽ അത് ഭയങ്കര അങ്ങനെ കൗതുകകരമായി കണക്ട് ചെയ്ത് ഇദ്ദേഹം പറയുന്നു. മാത്രമല്ല ഈ വിഷയത്തിൽ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരാൾ, അദ്ദേഹം അവിടെ പ്രൊഫസറാണ്, അദ്ദേഹം ഇതിൽ കൂടുതലായിട്ട് റിസർച്ച് ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഇത് പറയേണ്ട കാര്യം എന്താണെന്നുള്ളതാണ് കാര്യം. ഇത് ഈ പുസ്തകത്തിൽ സ്പൈയിങ് ഇൻ സൗത്ത് ഏഷ്യയിൽ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് അതിന് കൂടുതൽ ഒരു റീച്ച് കിട്ടിയത്. മറ്റൊരു കാര്യം, അന്ന് അമേരിക്ക കരുതിയ ഒരു കാര്യം, US അംബാസിഡേഴ്സ് ഒക്കെ പറഞ്ഞതും അമേരിക്ക ഈ വിവരം അറിഞ്ഞിട്ട് ഈ 57 സർക്കാർ വരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, കമ്മ്യൂണിസ്റ്റുകൾ വെടിയുണ്ടകൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വരുന്നത് നമ്മൾ സൂക്ഷിക്കണം, കാരണം അത് അത്ര നല്ല പ്രവണതയായിരിക്കില്ല, അത് വളരെ അപകടകരമായ നീക്കമായിരിക്കും, അത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇടപെടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ആലോചിക്കുമ്പം ഇപ്പോൾ നമ്മുടെ തിരുവല്ലയിൽ പണ്ട് 57 സർക്കാരിനെ അട്ടിമറിക്കാനുള്ള വിമോചന സമരകാലത്ത് ഉണ്ടായ മുദ്രാവാക്യം നമുക്കറിയാലോ, തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും, പാളയക്കഞ്ഞി കുടിപ്പിക്കും എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ അതായത് പലതരത്തിലുള്ള ഇഷ്യൂസ് അന്ന് ഉണ്ടായി. അപ്പൊ ഇവര് പറയുന്നത് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഏറ്റവും മുതിർന്ന ട്രേഡ് യൂണിയനിസ്റ്റുകളെയും കോൺഗ്രസ് നേതാക്കളെയും അടക്കം, അതായത് ഇന്ത്യയിലെ ഒരു വലിയ ധാരയെ അവർ ഇത്തരത്തിൽ കേരളത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന തരത്തിലേക്ക് അവരുടെ മിഷനറി ഉപയോഗിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമുക്കറിയില്ല. പക്ഷേ എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആർക്കൈവൽ രേഖകൾ വളരെ പ്രധാനമാണ്. കാരണം അന്നത്തെ കാലത്ത് ഒന്നും ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുടെ ഇത്തരം ഡേറ്റാസ് അവർ കൃത്യമായി ആർക്കൈവ് ചെയ്യുന്ന ബ്രിട്ടീഷ് ആർക്കൈവ്സിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ അടുത്ത കാലത്താണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്ന സൗത്ത് ഏഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റുകളെ കുറിച്ചും അതിൻ്റെ അട്ടിമറികളെ കുറിച്ചുള്ള ഫയലുകൾ ഈ അടുത്ത കാലത്താണ്. അതെ. അപ്പം ആ സമയത്ത് അതിൽ പരിശോധിച്ചിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളെ നമുക്ക് കണക്ട് ചെയ്ത് വരുമ്പം ഇതിൽ ഈ പറയുന്നത് ശരിവെക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രം 50കൾക്ക് ശേഷം പറഞ്ഞുകൊണ്ടിരുന്ന നെറേറ്റീവുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ, അല്ലെങ്കിൽ കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അടക്കം കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്നൊരു വാദത്തിലേക്ക് ഈ ഒരു ബ്രിട്ടീഷ് ചരിത്രകാരൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് എഴുത്തുകാരനായിട്ടുള്ള പോൾ മക്കർ പറയുന്നത് ശരിവെക്കേണ്ടി വരുന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകുന്നു എന്ന് എനിക്ക് തോന്നി. കേരളത്തിലെ ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ ബ്രിട്ടീഷ് അമേരിക്കൻ ഏജൻസികൾ പ്രവർത്തിച്ചു എന്നത് ഇന്നൊരു കെട്ടുകഥയായിട്ട് ന്യൂജൻ പ്രചരിപ്പിച്ചേക്കാം. എന്നാൽ അതിലേക്കുള്ള ചില വസ്തുതകൾ ഈ ബ്രിട്ടീഷ് ഗവേഷകൻ്റെ ബുക്ക് മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.